നമ്മളെല്ലാം വിളിച്ചു വരുത്തിയതെന്ന് പറഞ്ഞാൽ കൊള്ളാമായിരുന്നു. പലർക്കും പല വഴിക്കും പോകാനുള്ളതാണേ. അതെ, കാര്യം എന്താണെന്ന് അറിഞ്ഞാൽ ഒന്ന് വേഗം പോകാമായിരുന്നു. അതിന് ഞാനല്ലോ നിങ്ങളെ വിളിച്ചു വരുത്തിയത്. അല്ല, ഇപ്പോൾ മാളിക വീട്ടിലെ കാര്യങ്ങളുടെ നിയന്ത്രണമെല്ലാം സൈന്യത്തിന്റെ കയ്യിലാണല്ലോ. നിങ്ങൾക്ക് അങ്ങനെയാണ് തോന്നുന്നതെങ്കിൽ ആ അധികാരം ഉപയോഗിച്ച് സൈന്യത്തിൽ പറയുന്നത് കേട്ടോളൂ. ഷിഹാബിന്റെ വാപ്പയുടെ അസുഖത്തെ കുറിച്ച് എല്ലാവർക്കും അറിയാലോ. ഇപ്പോൾ ഈ കാണുന്ന അവസ്ഥ ഏത് സമയത്തും മാറി മറിഞ്ഞു വരാം. 3 മാസമായി ആശുപത്രിയിൽ ഫാത്തിമയും ഷിഹാബുമ മൂപ്പരാൻ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അദ്ദേഹത്തിന്റെ ശുശ്രൂഷ നിങ്ങളും നിങ്ങളുടെ കെട്ടിയന്മാരും നടത്തണം. എന്താ, സമ്മതമല്ലേ? ഇക്കാര്യത്തില് എനിക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. ഷോപ്പിൽ നിന്ന് അല്പസമയം ഒന്ന് മാറി നിന്നാൽ അത് ബിസിനസിനെ സാരമായി ബാധിക്കും. എന്റെയും കുടുംബത്തിന്റെയും കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. മന്ത്രിയുടെ അടുത്ത് തന്നെ എപ്പോഴും ഉണ്ടാകണം. ഒരു നിമിഷം പോലും അവിടെ നിന്ന് മാറി നിൽക്കാൻ മന്ത്രി സമ്മതിക്കില്ല. ആകെ 2 മാസത്തെ ലീവിലാണ് ഞാനും കുടുംബവും ഇവിടെ എത്തുന്നത്. ഈ സമയത്താണ് കുട്ടികളുമൊത്ത് എവിടെയെങ്കിലുമൊക്കെ ഒരു ടൂറൊക്കെ പോകാൻ കഴിയുന്നത്. അതുകൊണ്ട് ഈ പരിപാടിക്കൊന്നും ഞങ്ങൾക്ക് സമയം ഉണ്ടാവില്ല. പക്ഷെ നല്ലൊരു വഴി ഞാൻ പറഞ്ഞുതരാം. തൽക്കാലം ഏതെങ്കിലും വൃദ്ധസദനത്തിൽ കൊണ്ടുവിടുക. അത് നല്ല ഐഡിയ. അവിടെയാകുമ്പോൾ ഒന്നും പേടിക്കാനില്ല. നേരത്തിന് ഭക്ഷണവും കിട്ടും. നിങ്ങളെ വൃത്തികെട്ട സംസാരം. സ്വത്ത് ഭാഗം വെക്കുമ്പോ ഏറ്റവും നല്ല ഭാഗം കിട്ടാൻ മാസം നേരം കാവരുന്നല്ലേ നിങ്ങൾ? അവകാശങ്ങൾ ചോദിച്ചു വാങ്ങിയാൽ മാത്രം പോരാ, കടമകൾ നിർവഹിക്കാനും പഠിക്കണം. ഇത്രയും കാലം ഒന്നിനും ഒരു കുറവും വരുത്താതെ ബാപ്പയെ നോക്കിയതുപോലെ തുടർന്ന് അങ്ങോട്ടും ഞാൻ തന്നെ ചെയ്തോളാം. അത് തടസ്സപ്പെടുത്താൻ നിങ്ങളാരും വരാതിരുന്നാൽ നന്നായി. അള്ളാവിനെ പേടിച്ചിട്ടാ അവൻ അത്രയും പറഞ്ഞത്. പക്ഷേ ഞാനും നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ചോരയും നീരുമുള്ളൊരു യുവാവാണവൻ. അവനും ഒരു കുടുംബജീവിതമൊക്കെ വേണം. ഇപ്പൊ തന്നെ വയസ്സ് 27 കഴിഞ്ഞു. വിവാഹത്തിന്റെ കാര്യമൊന്നും ഇപ്പോൾ പറയണ്ട. അത് 2 വർഷം കഴിഞ്ഞിട്ടായാലും കുഴപ്പമില്ലല്ലോ. അത് ശരിയാണ്. വിവാഹം കഴിപ്പിച്ചാൽ ബാപ്പയെ നോക്കാൻ പിന്നെ ആരാ? വിവാഹത്തിനെന്തിനാണ് ഇത്ര വലിയ ധൃതി? പാപ്പ മരിച്ചിട്ട് ആഘോഷമായി കഴിക്കാമല്ലോ. എന്നാലേ ജീവിച്ചിരിക്കുമ്പോ തന്നെ ഷിഹാബിനെ നിക്കാഹ് നടത്തണമെന്നാ വാപ്പ തീരുമാനിച്ചിട്ടുള്ളത്. പറ്റിയ പെണ്ണിനെയും അദ്ദേഹത്തിന് പറഞ്ഞു വെപ്പിച്ചിട്ടുണ്ട്. ഓഹോ, കാര്യങ്ങൾ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഞങ്ങളെ വിളിച്ചു വരുത്തേണ്ട വല്ല കാര്യവും ഉണ്ടായിരുന്നോ? അത് ശരി. ഞങ്ങളാരുമില്ലാതെ കല്യാണമൊന്നും നടത്തുന്നത് കണ്ടിട്ട് തന്നെ കാര്യം. ഞങ്ങളുടെ അനുവാദമില്ലാതെ ഏത് പെണ്ണ് ഈ വീട്ടിൽ കാലുകുത്തുമെന്ന് നമ്മൾക്കൊന്ന് കാണണം. അപ്പുറത്താരും എന്റെ മോനെ ചൊല്ലി തർക്കിച്ച് നേരം കളയണ്ട. ആരും ബഹളം വെക്കുകയും വേണ്ട. മാളിക വീട്ടിൽ അബ്ദുറഹ്മാൻ ഹാജിയുടെ മകൻ ഷിഹാബുദ്ദീനും കുഞ്ഞി വീട്ടിൽ സുലൈമാന്റെ മകൾ മുംതാസും തമ്മിലുള്ള നിക്കാഹ് അല്പസമയത്തിനുള്ളിൽ ഇവിടെ വെച്ച് നടക്കും.